വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്തായി ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പകയുടെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ, വ്യക്തിപരമായിട്ടുള്ള ശത്രുതയുടെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ, ഇല്ല എങ്കിൽ സൗഹൃദത്തിന്റെ പേരിൽ നടക്കുന്ന ചില വഞ്ചനകളുടെ പേരിൽ എല്ലാ ആളുകളും അവസാനം പോകുന്നത് കൊലയിലേക്ക് തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തകളൊക്കെ വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുമുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഇപ്പോൾ കൊലപാതകം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരും നേതാക്കന്മാരും എത്തി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഭയപ്പെടേണ്ട ഒരു വലിയ വസ്തുത തന്നെയാണ്. ദാ ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്ത അതേപോലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനെന്ന് യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്ന പ്രവീൺ എന്ന യുവാവ് അഥവാ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ ആക്രമിച്ചു അഥവാ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത്. അതീവ ദുഃഖകരമെന്ന് പറയട്ടെ, ഇവരൊക്കെ യുവാക്കളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങാനെത്തിയ ജോയ് മോൻ എന്ന സനൂപ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകരെ, പ്രവീൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്ന ഈ പ്രവീൺ 2 പേരെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതിന്റെ CCTV ഫുട്ടേജ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 പേരെയും തുരുതുര വെട്ടുകയും ഇതിലൊരാൾക്ക് തലയിലേക്ക് പരിക്കേൽക്കുകയും മറ്റൊരാൾക്ക് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. കൊല്ലം ചവറയിലെ തേവലക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. നമുക്കറിയാവുന്ന വിഷയമാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. മിക്കതും രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണ്. അല്ലാതെയുമുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ശത്രുത വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിരോധം വന്നു കഴിഞ്ഞാൽ അയാളെ ഇല്ലാതാക്കുക എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം ഭയാനകമായിട്ടുള്ള കണ്ണുകളോടുകൂടി തന്നെ നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. ഇവിടെ ഇത് അധികാരികൾക്കോ അല്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. മനുഷ്യൻ എന്തുകൊണ്ട് ഈ രീതിയിൽ മാറി എന്നുള്ളത് ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും അത്തരക്കാരെ ഉടൻ തന്നെ പോലീസ് പിടിച്ച് അകത്തിടുകയും ദിവസങ്ങളോളം മാസങ്ങളോളം അകത്ത് കിടന്നതിന് ശേഷം പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഇവർ വീണ്ടും ഇതേ കാര്യത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ വലിയ ഭയത്തോടു കൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണേണ്ടത്. എന്തായാലും 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നിലവിൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കും. എന്തായാലും 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റ വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന ആരോപണം നിലനിൽക്കെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഡിവൈഎഫ്ഐക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.